എന്താണെങ്കിലും ആങ്കർ എയറിലായപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നു. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാനും രേണുസുതിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. രേണുസുതിയെ തെറി പറയാത്ത 1,00,000 പേരിൽ അല്ല, തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ചു. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റൻസും ഞാൻ അവരോട് ചോദിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരകനായിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊണ്ടു ചോദിക്കാൻ താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി മത്സരത്തിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുതി അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ കാലം അതാ, അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാണ് രേണുസുതിയും ഇവരും എല്ലാരും കൂടെ റീച്ചിന് വേണ്ടിയിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന കലാപരിപാടിയാണ്. എനിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിക്കും. നീ ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞാൽ കണ്ടെന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. ആഗ്രഹം ഇല്ലാണ്ടല്ല സുഖേട്ടാ, എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. എന്തെങ്കിലും ഒരു പണിയെടുത്ത അപ്പ വേറും. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.